എക്സാമിന്റെ ഒരു 40% മാർക്ക് അച്ചീവ് ചെയ്ത സ്റ്റുഡൻസിനെയാണ് നമ്മൾ പാസ്സായി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 35%. അതിനെയാണ് കോമ്പറ്റീറ്റൻസ് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ഈ ലെവലിന്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കോമ്പറ്റീറ്റൻസ് ത്രെഷോൾഡ് ഞാൻ 35% സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രകാരം കുട്ടികൾ പാസ്സാവാനും 35% മാർക്ക് വേണമെന്നാണ് പറയുന്നത്, മനസ്സിലാക്കുന്നത്. അത് എന്താ പറയുക, യൂണിവേഴ്സിറ്റി പറയുന്ന ആ 35% ഇവിടെ സെറ്റ് ചെയ്യണമെന്നില്ല. നമ്മുടെ കോളേജിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സബ്ജക്ട് പഠിപ്പിക്കുന്ന ആളുകൾക്ക് അവരുടെ പാസ് പെർസെൻറ്റേജ് ഇവിടെ സെറ്റ് ചെയ്യാം. ദെൻ ഈ പാസ് പെർസെൻറ്റേജുമായി ഇന്റഗ്രേറ്റ് ചെയ്താണ് ഈ ലെവൽസ് വരുന്നത്. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ 20% കുട്ടികളെയും ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ത്രെഷോൾഡ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ ലെവൽ 1 എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഒരു 30% സ്റ്റുഡൻസ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ലെവൽ 2 എന്ന് വിളിക്കുന്നു. ഒരു 40% സ്റ്റുഡൻസ് എന്റെ ഈ ത്രെഷോൾഡ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ ലെവൽ 3 എന്ന് വിളിക്കുന്നു. അതും നമ്മുടെ കോളേജിന് ഒരു കോമൺ ഫോം ഉണ്ടെങ്കിൽ എല്ലാവരോടും ആ ഒരു കോമൺ ഫോമിൽ സെറ്റ് ചെയ്യാൻ പറയാം. ഇനി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ നമ്മുടെ സബ്ജക്റ്റിന് അത് ഇവിടെ നമുക്ക് ഇതനുസരിച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ത്രെഷോൾഡിന്റെ മേളിൽ അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത സ്റ്റുഡൻസിന്റെ പെർസെൻറ്റേജിനെയാണ് നമ്മളിവിടെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറയുന്നത്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് 3% ഓഫ് സ്റ്റുഡൻസ് സ്കോർഡ് മോർ ദാൻ ടാർഗറ്റ്, അതാണ് ലെവൽ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ദെൻ താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നമുക്ക് വെയിറ്റേജ് സെറ്റിംഗ്സ് കാണാം. വെയിറ്റേജ് സെറ്റിംഗ്സിൽ നമുക്ക് എന്തെല്ലാമാണ് കാണിക്കുന്നത്? അസസ്മെന്റിന്റെ വെയിറ്റേജും അതുപോലെ തന്നെ മാർക്ക് വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ട് താഴെ കാണാം. അപ്പൊ അസസ്മെന്റ് നമ്മൾ OB കാണാൻ വേണ്ടിയിട്ട് അസസ്മെന്റിന് നമ്മൾ 2 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് അസസ്മെന്റ് ആൻഡ് ഇൻഡയറക്റ്റ് അസസ്മെന്റ്. ഇപ്പൊ ഡയറക്റ്റ് അസസ്മെന്റിന്റെയും ഇൻഡയറക്റ്റ് അസസ്മെന്റിന്റെയും പെർസെന്റേജ് 80-20, അതുപോലെ തന്നെ 70-30. ഇപ്പൊ ഫസ്റ്റ് ഇയർ 4 ഇയർ ഒക്കെ വന്ന സമയത്ത് 70-30 ഒക്കെയാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അത് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ മാർക്കിന്റെ വെയിറ്റേജ്, ഇന്റേണൽ മാർക്കിന്റെയും എക്സ്റ്റേണൽ മാർക്കിന്റെയും വെയിറ്റേജ് ആണ് 20%, അതുപോലെ തന്നെ 80%. ഈ രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസസ്മെന്റ് വെയിറ്റേജുകളും ഇവിടെ അല്ലെങ്കിൽ മാർക്ക് വെയിറ്റേജുകളും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 70 ജസ്റ്റ് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് 17 സെറ്റ് ചെയ്താൽ മതി, അടിച്ചു കൊടുത്താൽ മതി. ദെൻ ഇന്റേണൽ മാർക്കിന്റെ ആണെങ്കിൽ ഇവിടെ 30. ഈ രൂപത്തിൽ നമുക്ക് അത് എന്ത് ചെയ്യാം? എൻട്രി ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഡയറക്റ്റ് അസസ്മെന്റിന്റെയും ഇൻഡയറക്റ്റ് അസസ്മെന്റ് വെയിറ്റേജും ചെയ്യാൻ പറ്റും, കോമൺ ആയിട്ട് സ്വീകരിക്കാൻ പറ്റും. ദെൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അത് സബ്ജക്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്താ 4 ഇയറും അതുപോലെ തന്നെ അതല്ലാത്ത നമ്മുടെ FIGP അല്ലാത്ത ബാച്ചിൻ്റെതും മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. 80-20 ഓർ 30 ഓർ 70 ആ രൂപത്തിലായിരിക്കും അതിന്റെ സെഗ്രിഗേഷൻ വന്നിട്ടുള്ളത്. പെർസെൻറ്റേജ് ആണ്, മാർക്കല്ല. ശ്രദ്ധിക്കേണ്ട അത് മാത്രമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്, പെർസെൻറ്റേജ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോവാം. ബെഞ്ച് മാർക്ക് സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ലെവലോ അല്ലെങ്കിൽ ത്രെഷോൾഡ് എന്താണ് അല്ലെങ്കിൽ അസസ്മെന്റ് എന്താണ് 2 അസസ്മെന്റ് വന്നിട്ടുള്ളത്? ഇന്റേണലും അതുപോലെ തന്നെ എക്സ്റ്റേണലും തമ്മിൽ അസസ്മെന്റ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട്? ഇതുപോലെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ ആരും ഒന്നും ചോദിക്കുന്നൊന്നും കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നോ? മിസ്സേ എന്ത് ചോദിച്ചിരുന്നു എന്റെ ഇടയിൽ? അല്ല, ഈ പറഞ്ഞ പോലെ തുടക്കം ഒന്നും കൂടെ പറയാം. അതായത് ബെഞ്ച് മാർക്ക് എവിടെ എടുത്തതെന്ന് മനസ്സിലായില്ല, പെട്ടെന്ന് പോയി. തുടക്കം മുതലൊന്നും കേൾക്കാൻ പറ്റില്ല. ഒന്ന് ആദ്യം മുതലൊന്ന് പറയും. ഓക്കെ. അപ്പൊ നമുക്ക് കോഴ്സ് അറ്റൈൻമെന്റ് എന്ന് പറയുന്ന മെനുവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഇൻഡിവിജ്വൽ സബ്ജക്ട് പഠിപ്പിക്കുന്ന എല്ലാ ആളുകളും ചെയ്യേണ്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞു PO PSO അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. പക്ഷെ അത് ആഡ് ചെയ്തിടേണ്ടത് നമ്മുടെ IQAC അല്ലെങ്കിൽ അഡ്മിന്റെ സൈഡിൽ നിന്നാണ് അത് ആഡ് ചെയ്തിടേണ്ടത്. ദെൻ ബാക്കി കാര്യങ്ങൾ ഇൻഡിവിജ്വൽ സ്റ്റാഫ്, അത് എന്റെ ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന ആളുകളാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് അറ്റൈൻമെന്റ് എന്നാണ് അതിന്റെ പേര്, കോഴ്സ് അറ്റൈൻമെന്റ്. അപ്പൊ കോഴ്സ് അറ്റൈൻമെന്റ് എന്ന് പറയുന്ന മെനു എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിക്കുന്നത് എന്താണ്? നമ്മളെ മൈ കോഴ്സസിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ സബ്ജക്ട്സുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഓൾറെഡി അറ്റൈൻമെന്റ് കണ്ടതുകൊണ്ട് ചിലതിന്റെയൊക്കെ അവിടെ 2.1 2.2 എന്നൊക്കെ കാണിക്കുന്നുണ്ട്, ചിലതിന് നോട്ട് കാൽക്കുലേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനീഷ്യലി നമുക്ക് നോട്ട് കാൽക്കുലേറ്റഡ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഓൾറെഡി ഇത് കണ്ടു കഴിഞ്ഞതുകൊണ്ടാണ് ഇവിടെ 2.1 എന്നുള്ള കാൽക്കുലേഷൻ അവിടെ വന്നിട്ടുള്ളത്. ഇനി ആ സബ്ജക്റ്റിന്റെ ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന്റെ മുകളിൽ ടാപ്പ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ബെഞ്ച് മാർക്കും സിഒസിനെയും POനെയും മാപ്പ് ചെയ്യാനും PSOനെയൊക്കെ മാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടുക. ഇപ്പൊ ബെഞ്ച് മാർക്കിന്റെ അകത്താണ് ഞാൻ ഈ പറഞ്ഞ സെറ്റിംഗ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്.
അപ്പൊ ബെഞ്ച് മാർക്ക് എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാം, എഡിറ്റ് ബട്ടൺ അവൈലബിൾ ആണ്. എഡിറ്റ് ബട്ടണിൽ നമ്മൾ ആദ്യം ഇവിടെ ലെവൽസ് ആണ് നമ്മളോട് സെറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഈ ലെവൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? താഴെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ത്രഷോൾഡ് അല്ലെങ്കിൽ ക്ലാസ് പാസ് പെർസെന്റേജിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ലെവലുകൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ ക്ലാസ്സിൽ എന്താ പറയാ, മൊത്തം ഒരു 100 കുട്ടികളുണ്ട്. ആ 100 കുട്ടികളിൽ 20 സ്റ്റുഡന്റ് 35% മാർക്കായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ പാസ്സായത് വെറും 20% കുട്ടികളാണെങ്കിൽ അവരെ ഞാൻ ലെവൽ 1 എന്ന് വിളിക്കുന്നു. ദെൻ 30 കുട്ടികൾ പാസ്സായിട്ടുണ്ട്, അവരെ ലെവൽ 2 എന്ന് വിളിക്കുന്നു. 40 സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്, അവരെ ലെവൽ 3 എന്ന് വിളിക്കുന്നു. ഞാൻ 100 വെച്ച് പറഞ്ഞത് കൊണ്ടാണ്, പെർസെന്റേജ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ത്രഷോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ പാസ് പെർസെന്റേജ് ആണ്. അത് യൂണിവേഴ്സിറ്റിയുടെ 35% ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതന്നെ സെറ്റ് ചെയ്യണം നിർബന്ധമല്ല. നമ്മുടെ മറ്റേ കോളേജിന് കോമൺ ആയിട്ട് ഒരു ഫോം ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ, അതായത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന പെർസെന്റേജുകളും അതുപോലെ തന്നെ പാസ് പെർസെന്റേജുകളൊക്കെ നമുക്ക് OBയുടെ അല്ലെങ്കിൽ കോഴ്സ് അറ്റൈൻമെന്റ് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് കോളേജിന് വേണമെങ്കിൽ 30% അല്ലെങ്കിൽ അതിന് എബോ നമുക്കൊരു 50% മാർക്ക് കിട്ടിയ ആളുകളാണ് പാസ് എന്ന് പറയുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ത്രഷോൾഡ് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ത്രഷോൾഡ് എന്ന് പറയുന്നത് പാസ് പെർസെന്റേജ് ആണ്. അത് നമുക്ക് ഇൻഡിവിജ്വൽ സബ്ജക്ട് എന്താ പറയാ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ ലെവലും അതുപോലെ തന്നെയാണ്. ആ ക്ലാസ്സിലെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്റെ ഈ സെറ്റ് ചെയ്ത് വെച്ചില്ല, ഞാനിപ്പോൾ 35% ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ 35% അച്ചീവ് ചെയ്ത സ്റ്റുഡൻസിന്റെ പെർസെന്റേജിനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. 20% കുട്ടികൾ മാത്രമേ പാസ് ചെയ്തിട്ടുള്ളെങ്കിൽ ഞാൻ അവരെ ലെവൽ 1 എന്ന് വിളിക്കുന്നു. 30% കുട്ടികൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ ലെവൽ 2 എന്ന് വിളിക്കുന്നു. 40 ഓർ അബോ പാസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ലെവൽ 3 എന്ന് വിളിക്കുന്നു. അപ്പൊ അതാണ് നമ്മുടെ ലെവലുകൾ വരുന്നത്. ദെൻ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റേജ് സെറ്റിംഗ്സ് ആണ് കാണുന്നത്. അപ്പൊ നമ്മൾ അസസ്മെന്റ് വെയിറ്റേജിനെ നമ്മൾ 2 ഡിഫറെന്റ് അസസ്മെന്റുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു. ഡയറക്റ്റ് അസസ്മെന്റ് ആൻഡ് ഇൻഡയറക്റ്റ് അസസ്മെന്റ്. ഡയറക്റ്റ് അസസ്മെന്റിനെ വീണ്ടും നമ്മൾ 2ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്തു. അതാണ് ഇന്റേണൽ എക്സാം അതുപോലെ തന്നെ എക്സ്റ്റേണൽ എക്സാം. അപ്പൊ ഇൻഡയറക്റ്റ് അസസ്മെന്റ് എന്താണ്? ഇൻഡയറക്റ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കോഴ്സ് ഇയർ എൻഡ് അല്ലെങ്കിൽ കോഴ്സ് എൻഡ് ഫീഡ്ബാക്കുകളൊക്കെ നമ്മൾ എടുക്കാറുണ്ടല്ലോ സ്റ്റുഡൻസിന്റെ, പിന്നെ സബ്ജക്ട് ടീച്ചർ ഫീഡ്ബാക്ക് പോലുള്ള സാധനങ്ങളാണ് ഇൻഡയറക്റ്റ് അസസ്മെന്റിൽ കയറി വരുന്നത്. അപ്പൊ ഡയറക്റ്റ് അസസ്മെന്റിൽ ഇന്റേണൽ എക്സാമിനേഷനും എക്സ്റ്റേണൽ എക്സാമിനേഷനും ആണുള്ളത്. ഇനി അതിന്റെ വെയിറ്റേജ് ആണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ് അസസ്മെന്റിന്റെ വെയിറ്റേജ് എത്രയാണ്, ഇൻഡയറക്റ്റ് അസസ്മെന്റിന്റെ വെയിറ്റേജ് എത്രയാണ്. 80-20 ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ പറയുന്നു, ഇതിനും ഒരു കോമൺ ഫോർമാറ്റ് ഇല്ല. നമ്മുടെ കോളേജിന് തീരുമാനിക്കാം 80-20 ആണ് ഞങ്ങളത് അല്ലെങ്കിൽ 70-30 ആണ് ഞങ്ങളത് എന്നുള്ളത് നമുക്ക് കോളേജിന് തീരുമാനിക്കാം. താഴെയുള്ള ഇന്റേണൽ മാർക്കിന്റെയും എക്സ്റ്റേണൽ മാർക്കിന്റെയും അതിന്റെ ഫോർമാറ്റ് കോമൺ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ കയ്യിലുണ്ട്. ആ ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇന്റേണൽ എക്സാമിനേഷന്റെയും എക്സ്റ്റേണൽ എക്സാമിനേഷന്റെയും വെയിറ്റേജ് നമ്മുടെ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ 4 ഇയർ നമ്മുടെ ഈ 2024 സിലബസുകാരത് മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നു 30-70 എന്ന് പറയുന്ന അങ്ങനെ തന്നെ മിസ്സേ വരുന്നത് പെർസെന്റേജ് ആണ് വരുന്നത്. ദെൻ അല്ലാത്ത പഴയ സിലബസുകാരത് 80-20 എന്നുള്ള രൂപത്തിലായിരിക്കും ഉണ്ടാവുക. 30-70, 80-20 ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പെർസെന്റേജ് ആണ് എടുത്ത് പറയാൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടോട്ടൽ മാർക്ക് പല സബ്ജക്റ്റിന് ഡിഫറൻസ് വരാറുണ്ട്. ഇപ്പം കോർ സബ്ജക്ട് 100 മാർക്കിനാവുന്ന സമയത്ത് 18 എക്സ്റ്റേണലും 20 ഇന്റേണലും വരാറുണ്ട്. അതുപോലെ തന്നെ 75 വരുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ അതിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20% ആയിരിക്കും ഇന്റേണൽ, 80% ആയിരിക്കും എക്സ്റ്റേണൽ. ആ രൂപത്തിൽ നമുക്ക് ഇവിടെ ഓരോ സബ്ജക്റ്റിന്റെയും ബെഞ്ച് മാർക്ക് സെറ്റിംഗ്സ് നടത്താം. അപ്പൊ ഈ ബെഞ്ച് മാർക്ക് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത ഈ പെർസെന്റേജിനെയും ലെവലിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് വരിക, ഫൈനൽ അറ്റൈൻമെന്റ് അവൈലബിൾ ആകുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ക്ലാരിഫിക്കേഷൻ വേണോ അതില് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചിത്രാനി അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം. സർ ഇത് എല്ലാ ഇൻഡിവിജ്വൽ ടീച്ചേഴ്സിനും കിട്ടൂലോ അല്ലേ? ഇനി ഇൻഡിവിജ്വൽ സ്റ്റാഫാണ് ഇത് ചെയ്യേണ്ടത്. ഈ കോഴ്സ് അറ്റൈൻമെന്റ് എന്ന് പറയുന്ന മെനു എല്ലാ ഇൻഡിവിജ്വൽ സ്റ്റാഫിനും അവൈലബിൾ ആകും. ഓരോ സബ്ജക്റ്റിന്റെ അകത്താണ് നമ്മൾ ഈ ബെഞ്ച് മാർക്ക് പോലുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അല്ല, ഇവിടെ സാറിന്റെ ഒരു ഇതിൽ നോക്കിയപ്പോഴേ അത് കിട്ടുന്നില്ല, ബെഞ്ച് മാർക്കിലേക്ക് പോവാൻ പറ്റുന്നില്ല. കോഴ്സ് അറ്റൈൻമെന്റ് എന്ന് പറയുന്ന മെനു കിട്ടുന്നുണ്ടോ? അത് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാൻ പറ്റുന്നില്ല. കോഴ്സ് അറ്റൈൻമെന്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സബ്ജക്റ്റ് ആണ് കാണിക്കുക. സബ്ജക്റ്റിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ബെഞ്ച് മാർക്ക് എന്ന് കാണിക്കുന്നത്. അപ്പൊ
ബെഞ്ച് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് പോകുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പിന് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എന്നാലും ഒരു പുതിയ അപ്ഡേഷൻ ആപ്പ് പുതിയൊരു വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്, അത് അപ്ഡേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ദെൻ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബെഞ്ച് മാർക്കിന്റെ തൊട്ട് താഴെ സിഒസ് കാണാം. അപ്പൊ നമ്മുടെ ഓരോ സബ്ജക്റ്റിന്റെയും സിഒസിനെ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടത്? ഇവിടെ താഴെ ഒരു പ്ലസ് ബട്ടൺ അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് എന്നുള്ളത് നമുക്ക് എന്താണ് ചെയ്യുന്നത്? CO6 ഈ രൂപത്തിൽ ഇതാണ് നമ്മൾ കോഡ്. ഹലോ സാർ പറയുന്നത് കേൾക്കുന്നില്ല. മിസ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ സാർ, എന്റെ നെറ്റ് കണക്ഷൻ ഒന്ന് മിസ്സായതായിരുന്നു. ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സിഒസ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടായിരുന്നു, കോഴ്സ് ഔട്ട്കംസ്. അപ്പൊ കോഴ്സ് ഔട്ട്കം ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ പ്ലസ് ബട്ടൺ അവൈലബിൾ ആണ്. കോഡ് അതുപോലെ തന്നെ കോഴ്സ് ഔട്ട്കം, രണ്ട് സാധനങ്ങളാണ് അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ കോഡിൽ നമ്മൾ കൊടുക്കേണ്ടത് CO1, CO2, CO3 എന്നുള്ളതും ഔട്ട്കത്തിൽ എന്താണ് ഔട്ട്കം എന്നുള്ളതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏ പെർസെന്റേജ് മിസ്സേ? ഇവിടെ ലെവൽ 1 ലെവൽ 2 എന്നൊക്കെ പറയണില്ലേ, അത് പക്ഷേ ബെഞ്ച് മാർക്കിലെ ലെവൽസ് പെർസെന്റേജ് കൊണ്ട് മീൻ ചെയ്യുന്നത് മിസ്സേ, നമ്മുടെ ഇപ്പം അതിന്റെ താഴെ മിസ്സിന്റെ ത്രഷോൾഡ് എന്ന് പറയുന്ന സാധനം കാണുന്നുണ്ടോ? ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അതിന്റെ തൊട്ട് താഴെ കോമ്പറ്റീറ്റൻസ് ത്രഷോൾഡ് എന്ന് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാറേ. മിസ് ഈ ത്രഷോൾഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ത്രഷോൾഡിനായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മേളത്തെ പറയാനേ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ മറ്റേ ഈ സബ്ജക്റ്റിന് എത്ര ശതമാനം മാർക്ക് കുട്ടികളെയാണ് നമ്മൾ പാസ്സായി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാസ് പെർസെന്റേജ് ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ ത്രഷോൾഡിൽ സെറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ മേളിലുള്ള ലെവൽ എന്ന് പറയുന്നത് ഇപ്പം ഈ പാസ് പെർസെന്റേജ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത്, ഇപ്പൊ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള 35%. അപ്പൊ ഈ 35% അച്ചീവ് ചെയ്ത സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാറ്റഗറൈസ് ചെയ്യുന്നു. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ക്ലാസിന്റെ 20% അതിന്റെ മുകളിലുള്ള കുട്ടികളോ ആണ് എന്താ പറയാ അച്ചീവ് ചെയ്തിട്ടുള്ളെങ്കിൽ അവരെ നമ്മൾ ലെവൽ 1 എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ 30%, 40%ന്റെയും ഉള്ളിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ അവരെ ലെവൽ 2 എന്ന് വിളിക്കുന്നു. ഞാനിവിടെ സെറ്റ് ചെയ്തതിനെ വെച്ചിട്ടാണ് ഈ പറയുന്നത്. എന്റെ എന്താ പറയാ സ്ക്രീനിൽ ഞാൻ 20, 30, 40 എന്ന് പറഞ്ഞ പെർസെന്റേജുകളാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനെ വെച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ 40 ആൻഡ് എബോ ആണെങ്കിൽ ഞാൻ അവരെ ലെവൽ 3 എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ലെവലുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കോളേജിന് ഒരു കോമൺ ഫോർമാറ്റ് ഉണ്ടെങ്കിൽ ആ ഫോർമാറ്റിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ ആ സബ്ജക്റ്റിന് ഇപ്പം കോമൺ ഫോർമാറ്റിന്റെ കേസ് അവിടെ ഇരിക്കട്ടെ. ഇപ്പോ ഈ 5th സെമസ്റ്ററിലെ നല്ല ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് എന്റേത്. അപ്പോ ഈ പെർസെന്റേജുകൾ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അറ്റൈൻമെന്റ് നമുക്ക് കൂടുതൽ കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ക്ലാസ്സിലെ എന്താ പറയാ കുട്ടികൾ കുറച്ച് ആളുകൾ മാത്രമേ അതിന് പാസ് ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ പെർസെന്റേജ് വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറ്റൈൻമെന്റ് കുറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കുറച്ച് വെക്കാം. അല്ല ഇനി നേരെ തിരിച്ചുള്ള കേസ്, നമ്മൾ ആ സെമസ്റ്ററുകളിൽ നമുക്ക് നല്ല ടഫ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു എന്റേത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ പെർസെന്റേജുകൾ കൂട്ടി വെക്കുകയും ചെയ്യാം. ബെറ്റർ നമ്മുടെ എന്താ പറയാ കോളേജിന്റെ സൈഡിൽ നിന്ന് കോമൺ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയയിൽ എല്ലാ ടീച്ചേഴ്സും അത് സെറ്റ് ചെയ്യുകയും പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ വരുത്തുമായിരിക്കും നല്ലത്. പിന്നെ ആ ലെവലുകൾ എന്താന്ന് മനസ്സിലായോ മിസ്സേ? ആർക്കും ക്ലിയർ ആയില്ല? ലെവലുകൾ എന്താന്ന് ആർക്കും മനസ്സിലായില്ല? ഏകദേശം മനസ്സിലായല്ലോ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ തിയറിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു എംബിഎസിന്റെ സൈഡിൽ നിന്നോ, അല്ലെങ്കിൽ വേറെ നമുക്ക് OB എങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ്ങളോ ക്ലാസ്സുകളോ നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നോ?
അതെ. ആഷിക്ക്, അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള തിയറി എല്ലാവർക്കും വലിയ ഐഡിയ വന്നിട്ടില്ല യഥാർത്ഥത്തില്. പക്ഷെ ഈ പറയുന്ന പോലെ ഒരു പാർട്ട് ഐഡിയ വെച്ചിട്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ക്ലിയർ ആയിട്ടുള്ള പിക്ചറുള്ള കമൽ സാറ് പോലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ സാറും ഈ മീറ്റിംഗിൽ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഫർദർ ഡൗട്ടുകൾ വരികയാണെങ്കിൽ ചോദിക്കാന്ന് വെച്ചിട്ടാണ്. ശരി 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 ശരി. ഇപ്പൊ ലെവലുകള് സിമ്പിൾ ആണ്. നമ്മുടെ ക്ലാസ്സിന്റെ പാസ് പെർസെന്റേജ് അച്ചീവ് ചെയ്യുന്ന കുട്ടികളുടെ ലെവലുകളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ദെൻ സിഒ പിഒ മാപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ സിഒ പിഒ മാപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സിഒ നമ്മൾ ആഡ് ചെയ്തിരിക്കണം. പിഒനെ നമ്മുടെ അഡ്മിൻ ആയിട്ടുള്ള ആളുകൾ പിഒസും ആഡ് ചെയ്തിരിക്കണം. എങ്കിൽ നമുക്ക് ഇവിടെ മാപ്പിംഗ് ചെയ്യാം. ഇപ്പൊ മാപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? ജസ്റ്റ് അതിന്റെ മുകളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എഡിറ്റ് ബട്ടൺ അവൈലബിൾ ആണ്. ഇപ്പൊ ഇവിടെ സെറ്റ് ചെയ്തുള്ള എന്റെ PO2 അത് ഓരോ സിഒസിലും എങ്ങനെയാണെന്നുള്ള രൂപത്തിൽ എനിക്ക് ഇവിടെ ലോ, മീഡിയം, ഹൈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 1, 2, 3 എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതിനെ മാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ മാപ്പിങ്ങിലാണ് നമുക്ക് എന്താ പറയാ, ഇതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയകളൊന്നുമില്ല മാപ്പ് ചെയ്യുന്നതിന്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഒരു PO എത്രത്തോളം നമ്മുടെ സിലബസിൽ അത് കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ മാപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ എടുത്തിട്ടുള്ള സബ്ജക്റ്റ് നമ്മുടെ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഇപ്പൊ ഇതിൽ എൻ്റെ PO5 ആയിട്ട് വരുന്നത് മോഡേൺ ടൂൾസ് ആണ്. അതുപോലെ തന്നെ CO എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ COs അല്ലെങ്കിൽ കോഴ്സ് ഔട്ട്കംസ് എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ മോഡേൺ ടൂൾസ് എന്ന് പറയുന്ന സമയത്ത് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് മോഡേൺ ടൂൾസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ERPകൾ സാപ്പോ അല്ലെങ്കിൽ ടാലി പോലുള്ള ERPകൾ നമ്മുടെ സിലബസിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാനൊക്കെ പഠിച്ച സമയത്ത് അതിന്റെ തിയറി എന്താണ്, ടാലി എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ തിയറി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ തിയറി നമ്മൾ ഇതിൽ പോകുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ലോ എന്നുള്ള രൂപത്തിൽ അതിനെ കാണിക്കാം. ഇനി തീരെ അങ്ങനത്തെ ഈ എന്താ പറയാ ടൂൾസുകളൊന്നും നമ്മൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് നമുക്ക് 0 ആയിട്ട് മാപ്പ് ചെയ്യാം. അപ്പൊ ഈ രൂപത്തിലാണ് അതിന്റെ കാൽക്കുലേഷൻസ് വരുന്നത്. അപ്പൊ അത് നമുക്ക് കൂടുതൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ AI ബ്രാഡോ അല്ലെങ്കിൽ ജെമിനി പോലുള്ള AI ടൂളുകൾ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ POസും അതുപോലെ തന്നെ CO എന്താണെന്നുള്ളത് അതിലടിച്ചിട്ട് ഇതിന്റെ മാപ്പിംഗ് ലെവൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവര് AI പോലുള്ള ടൂളുകൾ നമുക്ക് അത് കാണിക്കും. അത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ മാപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഇപ്പം ഏകദേശം എന്താ പറയാ നമ്മുടെ POസും അതുപോലെ തന്നെ COസും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിലുള്ളൂ. അപ്പൊ നിങ്ങൾ POs ആഡ് ചെയ്യേണ്ടത് നമ്മുടെ അഡ്മിൻ ആണ്. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ത്രൂ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ ഓക്കെ, ഇവിടെ വിട്ടുപോയതൊരു കാര്യം പറയാനാണ്. ഇവിടെ ഒരു ആഡ് ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പൊ എന്താണ് ഗ്യാപ്പ്? ഞാൻ നേരത്തെ പറഞ്ഞ മോഡേൺ ടൂൾസിന്റെ കേസ് തന്നെ എടുക്കാം. ഇപ്പം ഈ 0 മാപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സിലബസിൽ അങ്ങനെ ഒരു സാധനം നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നില്ല. അപ്പൊ അവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിലബസ് എന്താ പറയാ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ 3 വർഷത്തെ കോഴ്സിന് മൊത്തം പ്ലാൻ ചെയ്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ഏതെങ്കിലും സെമസ്റ്ററിൽ വരാനുള്ള സെമസ്റ്ററിലോ കാര്യങ്ങളിലോ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് 0 ആയിട്ട് തന്നെ അവിടെ ചെയ്തു വെക്കാം. ഇനി അതല്ല, നമ്മുടെ 6 സെമസ്റ്ററിലും ഇങ്ങനൊരു സാധനം അവർക്ക് പഠിപ്പിക്കുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ അവിടെ ഗ്യാപ്പ് അനലൈസ് ചെയ്തു എന്ന് പറയുന്ന രൂപത്തിൽ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് വെക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മോഡേൺ ടൂൾസ് ഒന്നും കുട്ടികൾക്ക് പഠിപ്പിക്കുന്നില്ല. അപ്പൊ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് പോലുള്ള സാധനങ്ങൾ ചെയ്യുന്നത്. ടാലി സർട്ടിഫിക്കറ്റ് കോഴ്സ് കുട്ടികൾ കൊടുക്കാറുണ്ട്. ഇതുപോലുള്ള പല സോഫ്റ്റ് സ്കിൽ എന്താ പറയാ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കാറുണ്ട്. അപ്പൊ അത് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കോഴ്സിനെ ഇതുമായി ബന്ധപ്പെടുത്താനുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഗ്യാപ്പിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം നമ്മളിതിൽ ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇതിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ മാത്രം. ചെറിയ രൂപം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ CO PSO മാപ്പിംഗ് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ PSOനെയും COനെയും കൂടിയും മാപ്പ് ചെയ്യുന്നതാണ്. ഇനി കോഴ്സ് അറ്റൈൻമെന്റ് കാണാൻ വേണ്ടിയിട്ട് COനെയും POനെയും മാപ്പ് ചെയ്യേണ്ടത് ആവശ്യമില്ല. നമുക്ക് എന്താ പറയാ ഡയറക്റ്റ് അസസ്മെന്റിൽ പോയിട്ട് നമ്മുടെ സബ്ജക്ട് ഇന്റേണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? കോഴ്സ് അറ്റൈൻമെന്റ് കിട്ടി. ദെൻ നമ്മൾ CO PO മാപ്പ് എന്ത് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ഇതിന്റെ അറ്റൈൻമെന്റ് CO PO റിലേഷൻ അറ്റൈൻമെന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ജസ്റ്റ് എൻ്റെ ഈ ഒരു പേജിലോട്ട് തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം?
ഈ ആവറേജ് എന്നുള്ളത് നമ്മൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആകും. ദെൻ ഈ അറ്റൈൻമെന്റ്, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ അറ്റൈൻമെന്റ് നമ്മൾ ലാസ്റ്റ് കോഴ്സ് അറ്റൈൻമെന്റ് കണ്ടതിന് ശേഷം മാത്രമേ ഈ സാധനം ഇവിടെ അവൈലബിൾ ആകുള്ളൂ. ഈ ഒരു അറ്റൈൻമെന്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, COPO മാപ്പിംഗ് നടത്തുന്നത്. ദെൻ നേരത്തെ നമ്മുടെ ഡയറക്റ്റ് അസസ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് വരാം. ഇവിടെ ഡയറക്റ്റ് അസസ്മെന്റിൽ എനിക്ക് ഇവിടെ എന്ത് കാണുന്നുണ്ട്, ഇന്റേണൽ 1 അല്ലെങ്കിൽ ടാബുലേഷൻസ് എന്ന് പറഞ്ഞ ഈ ഒരു പേജ് ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ ഈ പേജ് കാണിക്കുന്നില്ലെങ്കിൽ, ഇപ്പം നിങ്ങൾ ഡയറക്റ്റ് അസസ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം കാണിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ആ സബ്ജക്റ്റിന്റെ അണ്ടറിൽ ഏതെല്ലാം അസസ്മെന്റ് ആണ് നടത്തുന്നത് എന്നുള്ളത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മത്സരം നമ്മൾ ഇന്റേണൽ മാർക്ക് എംബേസിൽ എൻ്റർ ചെയ്തിട്ടുണ്ടോ? സ്റ്റുഡൻസിന്റെ എന്താ പറയാ, ഇന്റേണൽ 1 ഇത്ര മാർക്കാണ് കുട്ടികൾക്ക് കിട്ടിയത്, അസൈൻമെന്റിന് എത്രയാണ് കിട്ടിയത് എന്നുള്ള രൂപത്തിൽ നമ്മൾ എംബേസിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ മിസ് വോയിസ് എന്താ പറയാ ക്ലിയർ ആവുന്നില്ല. ചെയ്തിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അതായത് ഇങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ, ഇപ്പൊ വേറെ ഇതിൽ സബ്ജക്റ്റ് ഒന്ന് എടുക്കട്ടെ. നിങ്ങൾ ഡയറക്റ്റ് അസസ്മെന്റ് എന്ന് പറയുന്ന മെനു ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അസസ്മെന്റ് നോട്ട് ആഡഡ് ഫോർ ദിസ് കോഴ്സ് ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ, അതായത് COPO മാപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അത് പിന്നെ ചെയ്താലും മതി മാപ്പിങ്ങിന്റെ കാര്യങ്ങൾ, നമ്മൾ ഈ അസസ്മെന്റിലോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ അസസ്മെന്റ് നോട്ട് ആഡഡ് ഫോർ ദിസ് കോഴ്സ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി നമ്മൾ ബാക്കോട്ട് പോകേണ്ടതുണ്ട്. കോഴ്സ് അറ്റൈൻമെന്റ് എന്ന് പറയുന്ന മെനുവിലോ പുറകോട്ട് പോയിട്ട് നമ്മളെ അസസ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യണം. സബ്ജക്റ്റിന് പഠിപ്പിക്കുന്ന അസസ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യണം. അസസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണമെന്നില്ല. ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്ന മെനു നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ അവൈലബിൾ ആണ്. ട്യൂട്ടോറിയൽസിൽ അവൈലബിൾ ആയിരിക്കും, ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ, OBയുടെ വീഡിയോ ആണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള, അസസ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ചിത്ര മാം മീറ്റിംഗിലുണ്ടോ? ഓക്കെ, ഞാൻ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറയാം. അപ്പൊ അസസ്മെന്റ് നമുക്ക് ഡയറക്റ്റ് അസസ്മെന്റിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നോ അസസ്മെന്റ് ആഡഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അസസ്മെന്റ്സ് എന്ന് പറഞ്ഞ മെനുവിൽ പോയിട്ട് അവിടെ നമുക്ക് എന്താണ് കാണിക്കുന്നത്, നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകളാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി പാർട്ട് 1 എന്ന് പറയുന്ന സബ്ജക്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്റേണൽ 1, ഇന്റേണൽ 2, അസൈൻമെന്റ്, അറ്റൻഡൻസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അസസ്മെന്റുകളോടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതായിട്ട് കാണാം. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ ഞാനിവിടെ ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത തമിഴ് ലാംഗ്വേജ് പാർട്ട് 1 എന്ന് പറയുന്ന സബ്ജക്ട് എടുത്തു. അതിൽ അസസ്മെന്റ് സെറ്റിംഗ്സിലോട്ട് പോയി. അപ്പൊ ഇവിടെ എന്ത് കാണാം, ഒരു ആഡ് ബട്ടൺ അവൈലബിൾ ആണ്. ആ ആഡ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് അസസ്മെന്റ് ഗ്രൂപ്പ് ആണ്. അപ്പൊ അസസ്മെന്റ് ഗ്രൂപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ബെസ്റ്റ് ഔട്ട് ഓഫ് ആണോ, ആവറേജ് ആണോ, സിംഗിൾ ആണോ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒന്നിൽ കൂടുതൽ അസസ്മെന്റ് നടത്തിയിട്ട് അതിന്റെ ആവറേജ് ആണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ട് ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബെസ്റ്റ് ആണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലോട്ട് ലോഡ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ അസസ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ബെസ്റ്റ് ഔട്ട് ഓഫ് ഓർ ആവറേജ് എന്നുള്ളത് എടുക്കുന്നത്. സിംഗിൾ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട്, ഇപ്പൊ അറ്റൻഡൻസിനൊക്കെ നമ്മൾ ഇന്റേണൽ മാർക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് നമുക്ക് അറ്റൻഡൻസ് എന്ന് പറയുന്ന ഒറ്റ അസസ്മെന്റ് ആണ് വരാറുള്ളത്. അങ്ങനത്തെ കേസിനെയാണ് നമ്മൾ സിംഗിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ സിംഗിൾ എന്നുള്ളത് ചൂസ് ചെയ്തു. ദെൻ അസസ്മെന്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്റേണൽ 1, ഇന്റേണൽ 2, അസൈൻമെന്റ്, അറ്റൻഡൻസ്, സെമിനാർ എന്നുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ഇതിൽ, അതായത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ ലിസ്റ്റ് ചെയ്യാത്ത സാധനങ്ങൾ, അത് ഉദാഹരണത്തിന് നമ്മൾ മോഡൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇന്റേണൽ എക്സാമിനേഷൻ എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. ഇനി അതിന് വേറൊരു പേരാണ്. ഇപ്പൊ ചില ആളുകൾ ടെസ്റ്റ് പേപ്പർ എന്ന് പറയാറുണ്ട്. ഇപ്പൊ ടെസ്റ്റ് പേപ്പർ എന്നുള്ളതാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മുടെ അഡ്മിന്റെ സൈഡിൽ നിന്ന് ഇത് ആഡ് ചെയ്ത് തരാൻ സാധിക്കും. അപ്പൊ ഇതിൽ ഇല്ലാത്തൊരു സാധനം നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ മതി എന്നർത്ഥം. ഇപ്പൊ ഞാൻ ഇന്റേണൽ 1 ആണ് ഞാൻ നടത്താൻ പോകുന്നത്. അപ്പൊ ഇന്റേണൽ 1 എന്നുള്ളത് ചൂസ് ചെയ്തു. അപ്പൊ ഇന്റേണൽ 1, ഇന്റേണൽ എക്സാമിനേഷൻ 1 എന്നുള്ളതാണ്. then അതിന്റെ ടോട്ടൽ മാർക്ക്, നമ്മൾ എത്ര മാർക്കിലാണ് കുട്ടികൾക്ക് എക്സാം നടത്തുന്നത്, ഞാനൊരു 5 മാർക്കിലാണ് നടത്തുന്നത്. then അതിന്റെ മാർക്ക് ടൈപ്പ്, മാർക്കാണോ ഗ്രേഡ് ആണോ എന്നുള്ളത് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. കൺവേർഷൻ സ്കെയിൽ NA എന്നുള്ളത് ചൂസ് ചെയ്താൽ മതി. then കൺവേർട്ടഡ് ടു, നമുക്ക് എത്ര മാർക്കിലോട്ടാണ് അതിനെ കൺവേർട്ട് ചെയ്യേണ്ടത്
ഉദാഹരണത്തിന് 4 or 8 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, 4 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട് ലോഡ് ചെയ്യുന്ന ആ ഒരു കൺവേർട്ടഡ് ടു എന്നുള്ളത് എത്രയാന്നുള്ളത് ഫില്ല് ചെയ്യാം. ദെൻ യൂസ് ഫോർ OB എന്ന് പറയുന്ന യെസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന അസസ്മെന്റ് അവിടെ കാണിക്കൂ. ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പം സാറേ നമ്മൾ മുന്നോട്ട് വരുന്ന ഇന്റേണൽ എക്സാമിനേഷൻ്റെതാണോ OBക്ക് ചെയ്യുന്നത്, നമ്മൾ ബാക്കോട്ട് കഴിഞ്ഞ സെമസ്റ്റേഴ്സിന്റെ ഇതും OB ചെയ്യുന്ന രൂപത്തിലാണോ ചെയ്യുന്നത്? പിന്നിലേക്കും വേണം, പഴയതും കൂടി നമുക്ക് വേണം. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് എക്സാമിനാണോ ഉദാഹരണത്തിന് പിന്നിലോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, പിന്നോട്ട് ചെയ്ത് വെച്ചുള്ള ഇന്റേണൽ എക്സാമിനേഷൻസ് ഉണ്ടാവും. അപ്പൊ ആ എക്സാമിനേഷന്റെ മാത്രം ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഒരു എക്സാം മോഡൽ എക്സാം എന്ന് പറയുന്ന ഒറ്റൊന്നിന്റെ നമ്മൾ കാണുന്നെങ്കിൽ മോഡൽ എക്സാം എന്ന് പറയുന്നത് മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ മുന്നോട്ട് പോകുന്ന സമയത്ത് അസൈൻമെന്റ് അതുപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അസസ്മെന്റുകൾ ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എന്നോട് അസസ്മെന്റ് ആഡ് ചെയ്തു. ഞാൻ മുന്നോട്ടും പിന്നോട്ട് ചോദ്യത്തിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നോട്ടുള്ളതിന്റെ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, മാർക്കൊക്കെ എൻ്റർ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉണ്ടാവും. അപ്പം 2 ഇന്റേണൽ എക്സാമിനേഷൻ ആണ് നടത്തിയത്. 2ന്റെയും OB കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 2 പ്രാവശ്യം പ്ലസ് ബട്ടണിലൂടെ ആഡ് ചെയ്യണം. ഇനി മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ ഒറ്റൊന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒറ്റ പ്രാവശ്യം മോഡൽ എക്സാം എന്നുള്ളത് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ യൂസ് ഫോർ OB എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അല്ല, നമുക്ക് മോഡൽ എക്സാമിന്റെ മതി. ഓക്കെ, അപ്പൊ മോഡൽ എക്സാം എന്ന് പറഞ്ഞ ഒറ്റൊന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഞാനിത് എന്റെ ഡെമോയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മോഡൽ എക്സാം എന്ന് പറയുന്ന അസസ്മെന്റിൽ മോഡൽ എക്സാം അവിടെ അവൈലബിൾ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അല്ലെങ്കിൽ മധു സാറിന് അത് എങ്ങനെ ആഡ് ചെയ്തരണം എന്നുള്ളത് കാണിച്ചു തരണ്ട്. നമ്മൾ അഡ്മിനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എക്സാംസിന് അല്ലെങ്കിൽ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അസസ്മെന്റിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അഡ്മിൻ എന്ന് പറയുന്ന റോളുള്ള ആളുകൾക്ക്. മോഡൽ എക്സാം ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് മാത്രം മോഡൽ എക്സാം എന്ന് പറയുന്നത് മാത്രം നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി. പക്ഷെ മാർക്ക് എൻട്രി പോലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യരുത്. നമുക്ക് മാർക്ക് എൻട്രി ചെയ്യേണ്ടത് OBയിലാണ്. അപ്പൊ നമ്മൾ അസസ്മെന്റ് എന്ന് പറയുന്ന മെനുവിലോട്ട് എന്തിനാണ് വന്നത്, അവിടെ സമയത്ത് അറ്റൈൻമെന്റ് എന്ന് പറയുന്ന മെനുവിലോട്ട് പോയ സമയത്ത് അവിടെ എന്തില്ല, ഡയറക്റ്റ് അസസ്മെന്റില് നോ കോഴ്സസ് അല്ലെങ്കിൽ നോ അസസ്മെന്റ് ആഡഡ് എന്ന് കാണിച്ചതുകൊണ്ടാണ് നമ്മൾ എവിടെ പോയത്, അസസ്മെന്റിൽ പോയിട്ട് നമ്മൾ അസസ്മെന്റ് ആഡ് ചെയ്തു. മോഡൽ എക്സാം എന്ന് പറയുന്ന അസസ്മെന്റ് ഇവിടെ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ ടാബുലേഷൻസ് കാണിക്കും. നമ്മുടെ ബ്ലൂംസ് ടാക്സോണമിയുടെ ഒരു പിരമിഡ് നമുക്ക് ഇവിടെ കാണാം. അതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഇപ്പൊ ഞാനിവിടെ 100 മാർക്കിനാണ് ഞാനിവിടെ എക്സാം നടത്തി എന്ന് പറഞ്ഞത്. അപ്പൊ ആ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിനെ ഞാനിവിടെ എൻ്റർ ചെയ്യണം. ഇപ്പൊ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോകുന്നു. ഇപ്പൊ നമ്മളിവിടെ സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, സെക്ഷൻ 4, സെക്ഷൻ 5 എന്നുള്ളതാണ്. ഈ സെക്ഷൻസിനെ നമ്മൾ പാർട്ട് 1, പാർട്ട് 2 ആ രൂപത്തിൽ നമ്മൾ ചെയ്യാം. പാർട്ട് 1 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, പാർട്ട് 2 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ രൂപത്തിൽ നമുക്കിവിടെ സെക്ഷൻ വൈസ് ക്വസ്റ്റ്യൻസിനെ ആഡ് ചെയ്യാം. ഇപ്പൊ സെക്ഷൻ 1 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്ഷൻ 1ന്റെ മാക്സിമം മാർക്ക് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. ഇപ്പം 2 മാർക്കിന്റെ 10 ക്വസ്റ്റ്യൻ ആയിരുന്നു. 10 × 2 ഇവിടെ സബ്മിറ്റ് ചെയ്തു. ദെൻ ആഡ് ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ ആണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 ക്വസ്റ്റ്യൻ ഹിന്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഇവിടെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹിന്റ് അവിടെ എൻ്റർ ചെയ്താൽ മതി. അതും കമ്പൽസറി അല്ല. അതായത് ഓൾറെഡി ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണല്ലോ. അപ്പൊ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ മതി എന്നർത്ഥം. നമ്മുടെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി ഇവിടെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഇവിടെ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട സാധനം ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പം ട്രയൽ ബാലൻസ് കുട്ടികൾക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതൊന്നും ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ക്വസ്റ്റ്യന്റെ എന്തെങ്കിലും ഹിന്റ് മാത്രം കൊടുത്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 1 അതിന്റെ ഹിന്റ്, ദെൻ ഏത് CO ആണ് വരുന്നത്, അത് ഏത് കോഗ്നിറ്റീവ് ലെവലിന്റെ അണ്ടറിലുള്ളതാണ്, അതിന്റെ മാക്സിമം മാർക്ക് എത്രയായിരുന്നു മാത്രം കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ നമ്പർ 2. അപ്പൊ അതിന്റെ ഹിന്റ് എന്തെങ്കിലും കമ്പൽസറി ഹിന്റ് എൻ്റർ ചെയ്യൽ കമ്പൽസറി അല്ല, ആണെങ്കിൽ എൻ്റർ ചെയ്താൽ മതി. ദെൻ അതിനും 2 ആയിരുന്നു. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മാർക്ക് എൻട്രി ആണ്. മാർക്ക് എൻട്രി എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോകുന്നു. അവിടെ എഡിറ്റ് എന്ന് പറയുന്ന ബട്ടൺ അവൈലബിൾ ആണ്. കുട്ടിക്ക്
എന്താ പറയാ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിൽ എത്ര കിട്ടി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിൽ എത്ര കിട്ടി, നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ ഓരോ കുട്ടിന്റെ റോൾ നമ്പറുകളാണ് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ അപ്ലോഡ് മാർക്ക് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ റൺ ചെയ്ത് കളിക്കുന്നുണ്ട്. അത് ഇപ്പം എംബേസിന്റെ ഒരു ഫ്രണ്ട് ഷീറ്റ് ഉണ്ട്. മീൻ നമ്മൾ എക്സ്റ്റേണലിന് എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾ ഓരോ കുട്ടിക്കും എത്ര മാർക്ക് കിട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ എഴുതി വെക്കുന്ന ഒരു ഫ്രണ്ട് ഷീറ്റ് ഉണ്ടല്ലോ, അതുപോലെ ഇന്റേണലിൽ നമ്മളൊരു ഫ്രണ്ട് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 അത് ഏത് സിഒന്റെ അണ്ടറിലാണ്, ഏത് കോഗ്നിറ്റീവ് ലെവലിന്റെ അണ്ടറിലാണ്, അതിന്റെ മാക്സിമം മാർക്ക്, കുട്ടിക്ക് കിട്ടിയ മാർക്ക് മാത്രം എൻ്റർ ചെയ്തത് ഓരോ കുട്ടിയുടേതും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി വരുന്ന രീതിയായിരുന്നു അതുണ്ടായിരുന്നത്. അത് മുന്നോട്ടുള്ളതിൽ നിങ്ങൾക്ക് സാധിക്കുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നോട്ടുള്ളത് നിങ്ങൾ ആ രൂപത്തിലാണോ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്റെ അതായത് ഈ ഒരു നെക്സ്റ്റ് ഒരു സ്റ്റെപ്പും കൂടി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വെബിലോട്ട് ഒന്ന് സ്വിച്ച് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്താണ് ഉദ്ദേശം എന്നുള്ളത്. ദെൻ അപ്പൊ അവിടെ മാർക്ക് എൻ്റർ ചെയ്യാം. മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എന്റെ ഇന്റേണൽ മാർക്ക് എൻ്റർ ചെയ്ത് എടുക്കുന്നുണ്ട്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം, ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കെ സ്കോർ എന്ന് പറയുന്ന ഒരു സാധനം അവൈലബിൾ ആവും. അതായത് നമ്മൾ ഓരോ കോഗ്നിറ്റീവ് ലെവലിന്റെ അണ്ടറിലും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അതിന്റെ ഒരു ആവറേജ് ആണ് കെ സ്കോർ. ദെൻ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബെഞ്ച് മാർക്ക് ആൻഡ് അറ്റൈൻമെന്റ്, നമ്മുടെ ത്രഷോൾഡ് പ്രകാരം ഇപ്പൊ ഞാനിവിടെ 20% എന്റെ ലെവൽ 1 സെറ്റ് ചെയ്തത്. അപ്പൊ 27 കുട്ടികളിൽ എന്റെ ക്ലാസ്സിന്റെ 20% എന്ന് പറയുന്നത് 5.14 അത്രയും കുട്ടികൾ എന്താ പറയാ നമ്മുടെ ആ ഒരു പാസ് പെർസെന്റേജ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ അറ്റൈൻമെന്റ് 1 എന്ന് വിളിക്കുന്നു. ആ സാധനമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ത്രഷോൾഡും അതുപോലെ തന്നെ ലെവൽസും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. ദെൻ സ്റ്റുഡൻസ് അബോവ് കോമ്പറ്റീറ്റന്റ് ത്രഷോൾഡ് എന്നുള്ളത് നമ്മൾ മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. സ്റ്റുഡൻസിന് കിട്ടിയ മാർക്കിന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലാണ് താഴെ എത്ര കുട്ടികളാണ് അബോവ് ത്രഷോൾഡിൽ വന്നിട്ടുള്ളത് എന്നുള്ള അറ്റൈൻമെന്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആകുക. ദെൻ മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ, ഞാനിതൊരു കാൽക്കുലേഷന്റെ പർപ്പസിന് പറഞ്ഞതാണ്, നമ്മളിവിടെ ടാബുലേഷനിൽ മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻസും അതിന്റെ മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന്റെ പണി തീർന്നു. പിന്നെ പബ്ലിഷ് എന്ന് പറയുന്ന ഒരു ബട്ടൺ അടിക്കുന്ന വർക്ക് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് എക്സ്റ്റേണൽ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റേണലിന്റെ നമ്മൾ എന്തില്ല, ഓരോ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസിനും കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി, ആ ക്വസ്റ്റ്യൻ ഏത് സിഒന്റെ അണ്ടറിലായിരുന്നു, അതിന്റെ കോഗ്നിറ്റീവ് ലെവൽ ഏതാന്നുള്ളത് നമുക്ക് ആര് ഷെയർ ചെയ്യുന്നില്ല, യൂണിവേഴ്സിറ്റി ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ മാക്സിമം ആയിട്ടാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഓരോ സിഒസിന്റെ അണ്ടറിലും 3 എന്നുള്ളത് അവിടെ വന്നിട്ടുള്ളത്. ദെൻ റിസൾട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ 2 എങ്ങനെ വന്നു. ഇപ്പൊ എന്റെ ടോട്ടൽ അറ്റൈൻമെന്റ് 2, ഡയറക്റ്റ് അസസ്മെന്റിന്റെ ടോട്ടൽ അറ്റൈൻമെന്റ് 2 വന്നിട്ടുണ്ട്. അതെങ്ങനെയാ വന്നത് എന്നുള്ളവിടെ താഴെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അറ്റൈൻമെന്റ് 0.50 അതിന്റെ 20% എന്ന് പറയുമ്പോൾ 10 ആണ്. ഈ രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അതിനെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് മാർക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത്. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കോട്ട് അടിക്കുന്നു. ദെൻ ഇൻഡയറക്റ്റ് അസസ്മെന്റ്. ഇപ്പൊ ഇൻഡയറക്റ്റ് അസസ്മെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് സ്റ്റുഡന്റിന്റെ സർവേ ആണ് വരുന്നത്, കോഴ്സ് ആൻഡ് ഫീഡ്ബാക്ക് ആണ് വരുന്നത്. അപ്പൊ അത് ഇവിടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊണ്ട് എന്ത് ചെയ്യാം, അതിന്റെ ആൻസർ ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ ഉണ്ട്. ഓരോ സിഒസിന്റെ അണ്ടറിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അപ്പൊ കുട്ടികളുടെ സൈഡിൽ നിന്ന് ഫീഡ്ബാക്കിന് റിപ്ലൈ തരുന്ന സമയത്ത് ഈ ടാബുലേഷൻ എന്ന് പറയുന്ന സാധനം ഓട്ടോമാറ്റിക്കലി ഫിൽ ആവും. ഇനി നമ്മൾ അത് കാണുന്നില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് റിസൾട്ടിലോട്ട് പോയിട്ട് ജസ്റ്റ് പബ്ലിഷ് ബട്ടൺ അടിച്ചാൽ മതി. നമ്മൾ ഇത് പ്രകാരം ഇത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് അസസ്മെന്റ് നമ്മൾ ബാക്കൗട്ട് ചെയ്ത് വെച്ചിട്ടില്ല, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ പബ്ലിഷ് ബട്ടൺ അടിച്ചാൽ മതി. ഇനി വീണ്ടും ബാക്കൗട്ട് പോകുന്നു, അറ്റൈൻമെന്റ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ 2.02 എങ്ങനെ വന്നു ഉള്ള സാധനം അവിടെ കാണാം. അത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിസൾട്ട് അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഇൻഡിക്കേറ്റർ എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ അറ്റൈൻമെന്റിനെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് അവൈലബിൾ ആകും. റിപ്പോർട്ടിന് നമ്മുടെ മെയിലിലോട്ടാണ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. അതിന്റെ റിപ്പോർട്ടിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ എന്ത് ചെയ്യാം കാണിക്കാം. അതിന്റെ മെയിലിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങളാണ് OBയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഡയറക്റ്റ് അസസ്മെന്റിന്റെ മാർക്ക് എൻ്റർ ചെയ്യാം. നമുക്ക് മെയിൻലി വരുന്നത് സിഒസ് എൻ്റർ ചെയ്യാനും അതിന്റെ മാപ്പിങ്ങും, പിന്നെ ഡയറക്റ്റ് അസസ്മെന്റിലുള്ള നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആഡിങ്ങും അതിന്റെ മാർക്ക് എൻ്റർ ചെയ്യും. അത് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യും, ആ സബ്ജക്റ്റിന്റെ അറ്റൈൻമെന്റ് നമുക്ക് അവൈലബിൾ ആകും. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തു നോക്കുന്ന സമയത്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ഞാനൊന്ന് എന്റെ സിസ്റ്റം വെബിലോട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. വെബിലോട്ട് കയറുന്ന സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എനിക്ക് അതിന്റെ റിപ്പോർട്ട് എന്തായിരുന്നു വന്നതെന്ന് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ
ഇത് ആഡ് ചെയ്യാൻ, അതായത് ഈ മാർക്ക് എൻ്റർ ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് സ്റ്റുഡൻസിന്. ഓരോ ക്വസ്റ്റ്യൻസിനും കിട്ടിയപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് എൻ്റർ ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്ന ഒരു കേസ് ആയിരുന്നു. ഇനി അത് എക്സൽ രൂപത്തിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതൊന്ന് ഞാൻ എന്ത് ചെയ്യാം, വെബിലോട്ട് കയറിയിട്ട് കാണിക്കാം. ഇനി അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ഫസ്റ്റ് മുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിനുശേഷം നമുക്ക് നോക്കാം. അതിലോട്ട് സ്വിച്ച് ചെയ്യുന്നതിന്റെ മുമ്പ് അതിന്റെ റിപ്പോർട്ടിന്റെ ഒരു ഫോർമാറ്റ് സാറേ പറഞ്ഞോളൂ. എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉള്ളതേ, നമ്മള് ക്വസ്റ്റ്യൻസ് എൻ്റർ ചെയ്യണോ? അതെ. നമ്മള് ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പൊ എസ്ഐക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നുള്ളതാണ്. നമ്മൾ 2 ക്വസ്റ്റ്യനും നമ്മൾ അവിടെ എൻ്റർ ചെയ്യാന്നുള്ളതാണ് വേണ്ടത്. അതിന്റെ ഒരു കുട്ടി ആൻസർ ചെയ്യുക ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ ഒരു ക്വസ്റ്റ്യന് നമ്മൾ മാർക്ക് എൻ്റർ ചെയ്താൽ മതി, മറ്റേ ക്വസ്റ്റ്യന് നമുക്ക് മാർക്ക് എൻ്റർ ചെയ്യണ്ട. ഇനി അതിന്റെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 2 ഓപ്ഷണൽ ക്വസ്റ്റ്യനും ഒരേ സിഒന്റെയും അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ലെവലും ഒന്നായിരിക്കണം. നമ്മൾ പഴയത് നോക്കുന്ന സമയത്ത് അങ്ങനെ ഡിഫറെന്റ് ആയിരിക്കും. എങ്കിലും അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇനി മുന്നോട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടുന്ന സമയത്ത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസിന്റെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, 2ഉം ഒരേ സിഒന്റെ അണ്ടറിൽ വരുന്നതും അല്ലെങ്കിൽ ഓരോ കോഗ്നിറ്റീവ് ലെവലിന്റെ അണ്ടറിൽ 2 ഒരേ കോഗ്നിറ്റീവ് ലെവലിന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. എസ്ഐക്ക് പോസിബിൾ ആണ്, പക്ഷെ നമുക്ക് 2 മാർക്കിന്റെ ചോദ്യം 15 എണ്ണത്തിൽ 10 എഴുതിയാൽ മതി എന്നുള്ള ഒരു ചോദ്യമാണെന്ന് വിചാരിക്കുക. അത് നമ്മൾ ആ ചെയ്യുന്ന രൂപത്തിൽ തന്നെ എങ്ങനെ ചെയ്താൽ മതി സാർ. ഞാൻ പറഞ്ഞില്ല, മാക്സിമം നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. എന്നിട്ട് കുട്ടിക്ക് കിട്ടിയ മാർക്കിനെ അവിടെ എൻ്റർ ചെയ്യാം. ഞാൻ എസ് എ ക്വസ്റ്റ്യൻ്റെ ആണ് അങ്ങനെ സൂചിപ്പിച്ചത്. എസ് എക്ക് കൂടുതലും ക്രിയേറ്റിംഗ് ഓർ അല്ലെങ്കിൽ ഹൈ കോഗ്നിറ്റീവ് ലെവൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എസ് എ വരിക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദെൻ ഇതാണ് അതിന്റെ റിപ്പോർട്ടിന്റെ ഫോർമാറ്റ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, എന്താ പറയാ സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ഔട്ട്കം, PSO, അത് മാപ്പ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ്, അറ്റൈൻമെന്റ് ഡീറ്റെയിൽസ്, എങ്ങനെ എത്ര പെർസെന്റേജ് ആണ് ലാസ്റ്റ് വന്നത് എന്നുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫൈനൽ അറ്റൈൻമെന്റ് എങ്ങനെ വന്നു, ഇങ്ങനെ ഓരോ സബ്ജക്റ്റിന്റെയും റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലോട്ട് ഒന്ന് സ്വിച്ച് ചെയ്യുന്നുണ്ട്, നമ്മുടെ വെബിലോട്ട്. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ആദ്യം ഇപ്പൊ ഫസ്റ്റ് ഇയർ ഇന്റേണൽ എക്സാം വെച്ചിട്ടുണ്ടല്ലോ. അല്ല ആദ്യം ഇപ്പൊ നമ്മള് ഇന്റേണൽ വെച്ചിട്ടുണ്ടല്ലോ, കംപ്ലീറ്റ് ആക്കാൻ പറയാം. അത് വെച്ച് നോക്കുമ്പോ കുറച്ചൊരു പരിചയമാവുമല്ലോ. അത് അടുത്ത ആഴ്ചത്തേക്ക് ചെയ്യുമ്പോൾ ഹലോ